നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകം 371 എപ്പിസോഡിലേക്ക് സ്വാഗതം. മുതിർന്ന മാധ്യമ പ്രവർത്തകനും കലാകാരനുമായ സനൽ പോറ്റി ഇനി ഓർമ്മ. ചൊവ്വാഴ്ചയായിരുന്നു അന്ത്യം. മലയാള ടെലിവിഷൻ ചാനലുകളുടെ ആരംഭകാലം മുതലുള്ള അവതാരകനും പ്രൊഡ്യൂസറുമായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലും വിദേശത്തുമായി 100 കണക്കിന് മെഗാ പരിപാടികളിൽ അവതാരകനായി. റേഡിയോ അവതാരകനായി ആകാശവാണിയിലൂടെയായിരുന്നു കരിയറിന് തുടക്കം. 2015 ദി റിപ്പോർട്ടർ എന്ന സിനിമയിലാണ് സനൽ പോറ്റി ആദ്യമായി അഭിനയിക്കുന്നത്. 2017 സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിലും അഭിനയിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്ത് ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പ്രധാനപ്പെട്ട പത്രമാണ് നാഷണൽ ഹെറാൾഡ്. പത്രത്തിന്റെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ എഡിറ്റോറിയൽമാരിൽ ഒരാളായിരുന്നു മികച്ച പത്രപ്രവർത്തകനായ കെ രാമറാവു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാനും രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും ഈ പത്രം വലിയ പങ്കുവഹിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സംസാരിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാനാവാത്ത അധ്യായമാണ് ഇന്ത്യൻ പത്രങ്ങളുടെ ചരിത്രം. ആ ചരിത്രവുമായി ബന്ധപ്പെട്ട് പല പേരുകളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഐക്കണിക് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പല പേരുകളും അക്കൂട്ടത്തിലുണ്ട്. ഇന്ന് പ്രസിദ്ധീകരണത്തിലില്ലാത്ത അത്തരത്തിൽപ്പെട്ട ഒരു പത്രമാണ് ദ നാഷണൽ ഹെറാൾഡ്. ഒരു ഐക്കണിക് ന്യൂസ് പേപ്പർ എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പത്രമായിരുന്നു. ജവഹർലാൽ നെഹ്റു 1938 സ്ഥാപിച്ച ദ നാഷണൽ ഹെറാൾഡ്. അന്ന് ജവഹർലാൽ നെഹ്റു പറയുന്ന കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതിന് പത്രങ്ങളുടെ പോരായ്മ ഉള്ളതുകൊണ്ടായിരുന്നില്ല അദ്ദേഹം സ്വന്തമായി ഒരു പത്രം ആരംഭിച്ചത്. സ്വന്തമായ പത്രം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും സ്വന്തമായി സ്വതന്ത്രമായി പറയാൻ കഴിയും. ഈ പത്രത്തിൽ നെഹ്റു ചില എഡിറ്റോറിയൽ എഴുതുമായിരുന്നു, ചില പംക്തികൾ എഴുതുമായിരുന്നു. തന്നെ തന്നെ വിമർശിച്ചുകൊണ്ട് തൂലികാനാമത്തിൽ നെഹ്റു എഴുതുന്ന ലേഖനത്തിന്, റിപ്പോർട്ടിന് അദ്ദേഹം തന്നെ മറ്റൊരു പേരിൽ മറുപടി എഴുതുന്ന കൗശലവും കൗതുകവും ഒക്കെ കേട്ടിട്ടുണ്ട്. 1938 ആരംഭിച്ച ഈ പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ കെ രാമറാവു ആയിരുന്നു. കെ രാമറാവു അക്കാലത്ത് വളരെ അറിയപ്പെടുന്ന സമാദരണീയനായ പത്രപ്രവർത്തകനും പത്രാധിപരും ആയിരുന്നു. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നാഷണൽ ഹെറാൾഡ് ആരംഭിക്കുമ്പോൾ അതിനൊരു മോട്ടോ, ഒരു ആപ്തവാക്യം ഉണ്ടായിരുന്നു. ഫ്രീഡം ഈസ് ഇൻ പെറിൽ, ഡിഫെൻഡ് ഇറ്റ് വിത്ത് ഓൾ യുവർ മൈറ്റ്. സ്വാതന്ത്ര്യം അപകടത്തിലായിരിക്കുന്നു, നിങ്ങളുടെ സർവശക്തിയും സമാഹരിച്ച് സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുക. ഫ്രീഡം ഈസ് ഇൻ പെറിൽ, ഡിഫെൻഡ് ഇറ്റ് വിത്ത് ഓൾ യുവർ മൈറ്റ്. അതായിരുന്നു നാഷണൽ ഹെറാൾഡിൻ്റെ ആപ്തവാക്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ലോഗോയിലെ ഒരു സെന്റൻസ്. ആ പ്രസ്താവന ഇന്നും ശരിയാണ്. നമ്മൾ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫ്രീഡം ഈസ് ഇൻ പെറിൽ എന്ന മുന്നറിയിപ്പ് നൽകേണ്ടി വരുന്നു. അതോടൊപ്പം ഡിഫെൻഡ് ഇറ്റ് വിത്ത് ഓൾ യുവർ മൈറ്റ് എന്ന ആഹ്വാനവും നൽകേണ്ടി വരുന്നു. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് ചില പേരുകളൊക്കെ ഇപ്പോൾ കേൾക്കുന്നതും ഓർമ്മിക്കുന്നതും ഒക്കെ കൗതുകകരമായിരിക്കും. ഒന്ന് ഫിറോസ് ഗാന്ധിയാണ്, മറ്റൊരാൾ എം ചലപതി റാവുവാണ്, മൂന്നാമത്തെ ആൾ ഞാൻ പരാമർശിച്ചതുപോലെ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. പക്ഷെ അങ്ങനെ നന്നായി പ്രവർത്തിച്ചിരുന്ന ഈ പത്രം 2008 ആയതോടെ പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു. പല പത്രങ്ങൾക്കും സംഭവിക്കുന്ന ഒരു ദുർഗതി നാഷണൽ ഹെറാൾഡിനും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് അത് ശരിയുമാണ്. ഇന്ന് ആ പത്രത്തിന്റെ ഉടമകൾ യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉടമസ്ഥരായ ഒരു കമ്പനിയാണത്. പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ആ കമ്പനി ഇപ്പോൾ നേരിടുന്നുണ്ട്.
വലിയ കടബാധ്യതയിലാണ് ആ പത്രത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ ആസ്തിയും ഉണ്ടായിരുന്നു. ആ ആസ്തികൾ കമ്പനി നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഉപയോഗിച്ച് ഈ യങ് ഇന്ത്യ എന്ന കമ്പനി രൂപീകരിച്ച് സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിലുള്ള ചില കേസുകളെ സംബന്ധിക്കുന്ന വാർത്തകൾ കൂടെ കേൾക്കുന്നുണ്ട്. അങ്ങനെ തെറ്റായ അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിലാണ് ദ നാഷണൽ ഹെറാൾഡ് എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിയപ്പെട്ട പത്രം ഇന്ന് ഓർമ്മിക്കപ്പെടുന്നത്. ആ പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ കെ രാമറാവു ആണ് എന്ന് ഞാൻ പറഞ്ഞു. ലാലാ ലജ്പത് റായിയുടെ ദ പീപ്പിൾ എന്ന പത്രത്തിൽ പത്രപ്രവർത്തനം തുടങ്ങി നിരവധിയായ പത്രങ്ങളിൽ പ്രവർത്തിച്ച് ആ അനുഭവ സമ്പത്തോടെയാണ് കെ രാമറാവു തൻ്റെ പത്രപ്രവർത്തന ചരിത്രത്തിലെ മറ്റൊരു അധ്യായം എന്ന നിലയ്ക്ക് ദ നാഷണൽ ഹെറാൾഡിന്റെ പത്രാധിപത്യം ഏറ്റെടുത്തത്. അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രാജ്യസഭാംഗമായിരുന്നു, പ്രസ് കൗൺസിൽ അംഗമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹം പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ ആ കാലത്ത്, ആ അവസ്ഥയിൽ നാഷണൽ ഹെറാൾഡ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിച്ചു. പത്രാധിപർ 6 മാസത്തേക്ക് ജയിലിലായി. ആ കാലം പിന്നിട്ട് വീണ്ടും ആ പത്രം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഒരു പുനഃപ്രസിദ്ധീകരണം നടത്തി. കെ രാമറാവു എന്നത് ഇന്ത്യൻ പത്രപ്രവർത്തന ചരിത്രത്തിലെ ഒരു ലെജൻഡ് ആയി മാറി. ഐക്കണിക് എന്ന വാക്ക് പത്രാധിപർക്കും ചേരുന്ന ഒന്നായി മാറി. ഫൈറ്റിംഗ് എഡിറ്റർ എന്നാണ് രാമറാവുവിനെ മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്. ദ്രോണാചാര്യ ഓഫ് ഇന്ത്യൻ ജേർണലിസം, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലെ ദ്രോണാചാര്യർ എന്നാണ് AB വാജ്പേയി രാമറാവുവിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന സമാദരണീയനായ ഒരു ആൾ. അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യം ആണ് പരമമായ ലക്ഷ്യം. അതുകൊണ്ട് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം പലതരത്തിൽ ഇന്നത്തെ പ്രമുഖരായ പത്രാധിപന്മാർ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പോത്തൻ ജോസഫ്, അദ്ദേഹം സ്വതന്ത്രമായ പത്രങ്ങളിൽ മാത്രമല്ല അല്ലാത്ത പത്രങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മിക്കവാറും എല്ലാ പത്രങ്ങളിലും പ്രവർത്തിച്ച് തനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ തൻ്റെ ആവനാഴിയിലെ അമ്പുകൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായതിനു ശേഷം, അമ്പൊഴിഞ്ഞതിന് ശേഷം, ആവനാഴി ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മുഹമ്മദ് അലി ജിന്നയുടെ പത്രത്തിൽ പത്രാധിപരായി. ദ ഡോൺ, ഇന്ത്യ വിഭജനത്തിനും പാകിസ്ഥാനും വേണ്ടി നിലകൊള്ളുന്ന മുഹമ്മദ് അലി ജിന്നയുടെ തീർത്തും വിഭാഗീയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പത്രം ആയിരിക്കണമല്ലോ ഡോൺ. ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം. അദ്ദേഹം കുറേ കാലം ആ പത്രത്തിൻ്റെയും പത്രാധിപരായിരുന്നു. ഒരു നല്ല പത്രാധിപരെ സംബന്ധിച്ച് സ്വന്തമായ നിലപാട് അതെല്ലാവരാലും സ്വീകരിക്കപ്പെടുന്നതാകണം എന്നില്ല. ചില പത്രങ്ങൾ അങ്ങനെയാണ്, ഫൈറ്റിംഗ്, പൊരുതുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് പത്രങ്ങൾ. അതുകൊണ്ടാണ് ഫൈറ്റിംഗ് എഡിറ്റർ എന്ന് രാമറാവുവിനെ മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്. വാജ്പേയിയും ആ ഫൈറ്റിങ്ങിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ മഹാനായ പരിശീലകൻ എന്ന അർത്ഥവും കൂടിയുണ്ട്. ദ്രോണാചാര്യർ, ഇന്ത്യൻ ജേർണലിസത്തിലെ ദ്രോണാചാര്യർ എന്ന വിശേഷണം രാമറാവുവിന് ലഭിച്ചത്. ഏതായാലും ആ പഴയ കാലങ്ങളൊക്കെ ഓർക്കുന്നതിന് ഇപ്പോൾ തീർത്തും കേവലമായ ഒരു 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 കമ്പനി നിയമ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലുള്ള തർക്കത്തിൻ്റെ പേരിലാണെങ്കിലും നാഷണൽ ഹെറാൾഡിനെ കുറിച്ച് ഓർമ്മിക്കുന്നതിന് ആ ഘട്ടത്തിൽ പഴയ ചില കാര്യങ്ങൾ, നമ്മുടെ ഇന്ത്യൻ ജേർണലിസം കടന്നു പോകുന്ന വഴികളിൽ, ആ വഴികളിൽ ദീപസ്തംഭം പോലെ ഇന്നും ഉയർന്നു നിൽക്കുന്ന മഹാരഥന്മാർ, അവരെക്കുറിച്ചൊക്കെ ഓർക്കുന്നതിനുള്ള അവസരം അത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിച്ച ഫ്രം ജേർണലിസം ടു ലിറ്ററേച്ചർ ആൻഡ് സിനിമ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ കാണാം.
GR ഇന്ദുഗോപൻ, മനു സി കുമാർ, കലവൂർ രവികുമാർ, സജീവ് പാഴൂർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ലിറ്ററേച്ചറും സിനിമയ്ക്കും ഫിക്ഷൻ്റെ സ്വഭാവം കുറേ കൂടി വളരെയധികം കൂടുതൽ വരുന്ന ഒരു രീതികളാണ് പൊതുവിൽ സ്വീകരിച്ചു വരുന്നത്. ഇപ്പം ഞങ്ങളെല്ലാവരും ഈ മാധ്യമപ്രവർത്തന രംഗത്തു നിന്നും സിനിമയിൽ എത്തിയവരാണ് എന്നുള്ളതാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടെ ഉള്ളൊരു കാരണം. എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ കാര്യം പരിശോധിച്ചാൽ ഈ ലിസ്റ്റ് ഒരു 15-ന് മേളിലൊക്കെ ഈസി ആയിട്ട് വരുന്നുള്ളൂ അല്ലേ? ഒരു 15-ന് മേളിലൊക്കെ ഈസി ആയിട്ട് ഈ ഒരു ലിസ്റ്റ് കൊണ്ടുവരാൻ പറ്റും. അത്രയും ആളുകൾ മാധ്യമപ്രവർത്തന രംഗത്തു നിന്നും സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല, ഇപ്പോൾ തമിഴിലാണെങ്കിൽ പോലും ആനന്ദവികടനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര്, ഇപ്പോൾ ഇതൊക്കെ ചെയ്ത ജോക്കറൊക്കെ ചെയ്ത ഡയറക്ടർ ആനന്ദവികടനിലെ ജേർണലിസ്റ്റായിരുന്നു. അത്തരത്തിൽ എല്ലാ ഭാഷകളിലും ഇത്തരത്തിൽ ജേർണലിസ്റ്റുകൾ പിന്നീട് സിനിമയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അവിടെ നിർത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഈ പാനലിൽ ഏറ്റവും ആദ്യം മാധ്യമരംഗത്ത് നിന്ന് സിനിമയിലേക്ക് എത്തിയത് രവിയേട്ടനാണ്, കലവൂർ രവികുമാറാണ്. എനിക്ക് തോന്നുന്നു രവിയേട്ടിൽ നിന്ന് തന്നെ ഇത് തുടങ്ങാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് രവിയേട്ട നമ്മുടെ ഈ വിഷയത്തിൻ്റെ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ടെക്സ്റ്റിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്താൽ അത് എന്തായിരിക്കും, ഡീകോഡ് ചെയ്താൽ? എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ സജീവ് പറഞ്ഞ പോലെ പത്രപ്രവർത്തനം എപ്പോഴും വസ്തുതകളായി തന്നെ അവതരിപ്പിക്കുന്നതാണ് പത്രപ്രവർത്തനം അല്ലേ? പക്ഷേ കഥ അല്ലെങ്കിൽ നോവൽ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഇമോഷനാണ്, വികാരങ്ങളാണ്. അപ്പം പത്രപ്രവർത്തനം എനിക്ക് തോന്നുന്നത് പലപ്പോഴും വാർത്തകൾ അവതരിപ്പിക്കുന്നത് നിർമ്മമതയോടെയാണ്. പക്ഷേ ഒരിക്കലും ഒരു എഴുത്തുകാരന് അങ്ങനെ പറ്റില്ല. അയാൾക്ക് അത് കഥാപാത്രങ്ങളാണ്, ഓരോരുത്തരും ഓരോ കഥാപാത്രങ്ങളാണ്. അപ്പോൾ കഥാപാത്രങ്ങളെ അയാൾ സമീപിക്കുന്നത് പത്രപ്രവർത്തകൻ്റെ ആംഗിൾ കൊണ്ടല്ല. എനിക്ക് തോന്നുന്നു പത്രപ്രവർത്തകന് കൂടുതലും തലച്ചോറ് കൊണ്ടാണ് അയാൾ ജോലി ചെയ്യുന്നതെന്നാണ് എൻ്റെ പക്ഷം. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും കൂടുതൽ സമയത്തും. അപ്പോൾ അതായത് നമ്മൾ പ്രത്യേകിച്ച് ഹാർഡ് ന്യൂസ് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഫീച്ചറുകളും ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികളൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരു മാനസികാവസ്ഥ ഉണ്ടാവാം. പക്ഷേ എന്നാൽ പൊതുവേ വാർത്ത എന്ന് നമ്മൾ വീക്ഷിക്കുന്ന ഹാർഡ് ന്യൂസ് കൂടുതൽ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വളരെ നിഷ്പക്ഷമായിട്ട് അങ്ങനെ കണ്ടാണ് നമ്മൾ എഴുതുന്നത്. എവിടെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്, എപ്പോൾ സംഭവിച്ചു എന്നൊക്കെ നമ്മളങ്ങനെ പറയാണ്. പക്ഷേ ഒരിക്കലും എഴുത്തുകാരന് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. എവിടെ, എങ്ങനെ, എപ്പോൾ സംഭവിച്ചു എന്നുള്ളത് അല്ല അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ സംഭവം ഉണ്ടാക്കിയ വൈകാരികത, അത് ഉണ്ടാക്കുന്ന അനുഭൂതി, അല്ലെ അത് ഉണ്ടാക്കുന്ന സങ്കടം, വേദനയൊക്കെയാണ് അയാൾ ഊന്നുന്നത് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പത്രപ്രവർത്തകൻ ഒരു എഴുത്തുകാരൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണെന്നാണ് എൻ്റെ തോന്നൽ. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സംഭവത്തിൻ്റെ ആഴത്തിലേക്ക്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിടുന്ന ഒരാളാണ് കഥാകൃത്ത്, അല്ലെങ്കിൽ നോവലിസ്റ്റ്, എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഫിലിം മേക്കർ എന്നാണ് എൻ്റെ അനുഭവം. സിനിമ മാത്രമല്ല, മൂർത്തമായ രൂപമാണ് സിനിമ എന്നുള്ളൊരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കുമില്ല. അപ്പോൾ അതിലെ എല്ലാ തരത്തിലുള്ള എഴുത്തുകളും, ആ എഴുത്തുകളെല്ലാം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഇപ്പം മനുവുണ്ട്. ഏതാണ് മനു നമ്മൾ ഈ പറഞ്ഞ ടെക്സ്റ്റ്? നമുക്ക് അതിൽ നിന്ന് തുടങ്ങിയതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞതിനകത്തുനിന്ന് ഇവർ ഭാഷ, അക്ഷരം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പം ഈ ജേർണലിസവും സിനിമയും തമ്മിലുള്ള ഒരു എൻ്റെ വിഷ്വലിൽ നമ്മൾ വിഷ്വലാണ് ഞാൻ ദൃശ്യമാധ്യമത്തിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. മനോരമ ന്യൂസിലായിരുന്നു. നമ്മൾ ദൃശ്യമാണ് നമ്മുടെ ഈ അക്ഷരം എന്ന് പറയുന്ന സാധനമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിന് ഈ സിനിമയായിട്ട് കുറേ സാമ്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ജേർണലിസത്തിന് കൃത്യമായ ഫാക്റ്റുകൾ മാത്രമാണുള്ളെങ്കിലും വിഷ്വലിൽ പറയുന്നത് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റോറി എഴുതുമ്പം പോലും ഫസ്റ്റിലെ നമ്മൾ സ്റ്റോറി എഴുതുകയല്ല, റൈറ്റിംഗ് ഫോർ വിഷ്വലാണ്. വിഷ്വലിനനുസരിച്ച് ഇത് എഴുതുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ വിഷ്വൽ മീഡിയയിൽ എഴുതി പോകുന്നത് തന്നെ. പിന്നെ നമ്മൾ ഒരു ഫീച്ചർ സ്റ്റോറിയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെയും തന്നെ അതിൻ്റെ അപ്പോൾ ആദ്യം ആങ്കർ വായിക്കുന്നൊരു പോർഷനുണ്ട്, ഓൺ ക്യാമറ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാക്കേജ് തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് സാധനം മണി ഷോട്ട് എന്ന് പറഞ്ഞ ഷോട്ടാണ്. അപ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ ആൾക്കാരെ ഇതിലേക്ക് ഇന്നാക്കാൻ പറ്റുന്ന ഒരു ഷോട്ട്, അതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പോൾ ആ സാധ്യതയിൽ നിന്നാണ് ഞാൻ ശരിക്കും സിനിമയിലേക്ക് നമ്മൾ വരുന്നതും അതിനെക്കുറിച്ച് പറയുന്നതും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ജേർണലിസത്തിൻ്റെ ഒരു അതിഭീകരമായ ഫാക്റ്റുകളുടെ ഒരു ലോകം അവിടെയുണ്ടോ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ക്രൈം റിപ്പോർട്ടർ ആയതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും കത്തിക്കുത്ത്, കൊലപാതകം, ബ്ലാസ്റ്റ്, ഈ സാധനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ഒരു പരിപാടി ഇതിലുണ്ട്. അപ്പോൾ അത് തമ്മിലൊരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിരുന്നു പലപ്പോഴും. നമ്മൾ ഫീച്ചർ സ്റ്റോറി ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഇതിനെ എങ്ങനെ വലുതാക്കാം, ഇതെങ്ങനെ വലിയ സ്കെയിലിൽ നമുക്കിത് കൊണ്ടുപോകാം എന്നാലോചിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുന്നത്. അപ്പം നമ്മൾ ഇതിനെ കുറച്ചുകൂടെ നമ്മുടെ ഈ ചെറിയ ക്യാമറ വെച്ചിട്ട് എങ്ങനെ വലിയ സാധനങ്ങൾ ഷൂട്ട് ചെയ്യാമെന്ന് ആലോചിച്ച് പോയിട്ടാണ് നേവിയുടെ പരിപാടി ഷൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അങ്ങനെ ഞാൻ ഒരു കപ്പലിൽ നിന്ന് വേറൊരു കപ്പലിലേക്ക് ആളെ മാറ്റുന്നത് മൂന്നാമതൊരു കപ്പലിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 3 നേവിയുടെ കപ്പലുകൾ മാത്രം വെച്ചിട്ട്. ഇത് പക്ഷേ ന്യൂസാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് സിനിമാറ്റിക് പരിപാടിയാണ്. അപ്പം എനിക്കൊന്ന് വിഷ്വൽ മീഡിയയിൽ കുറച്ചുകൂടി ഈ പറയുന്ന ഫാക്ട് എന്ന് പറയുന്ന ഒരു ചേട്ടൻ പറഞ്ഞ ഒരു മരമടിയുടെ ഒരു വലിയ യാഥാർത്ഥ്യം അവിടെ കിടപ്പുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ ഒരു വിഷ്വലിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിനെ സിനിമാറ്റിക് ആക്കാൻ പറ്റുന്ന ഒരു സാധ്യത അവിടെ കിടപ്പുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ജേർണലിസം എന്നുള്ളത് ഇതിലേക്കുള്ളൊരു സാധ്യതയാണോ, സിനിമയിലേക്കുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ മറ്റെഴുത്തുകളിലേക്കുള്ളൊരു സാധ്യതയാണോ? ഇത് സജീവൻ്റെ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ പത്രപ്രവർത്തനം എഴുത്തിനെ, അതായത് തിരക്കഥാരചനയെ സഹായിച്ചു എന്നുള്ളത് എൻ്റെ അനുഭവം ഞാൻ പറയാം. ഒന്ന്, എനിക്ക് തോന്നിയത് എന്നെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 3 തരത്തിലാണ്. ഒന്ന്, ഒരുപാട് മനുഷ്യരെ ഈ പത്രപ്രവർത്തന കാലത്തിനിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു സാധാരണ മനുഷ്യന് കണ്ടുമുട്ടാൻ ഇടയില്ലാത്ത എത്രയോ ജീവിത സന്ദർഭങ്ങളിൽ നമ്മൾ ചെന്നപ്പെട്ടിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സങ്കീർണമായ സാഹചര്യങ്ങൾ, ആശുപത്രിയിൽ, മോർച്ചറിയിൽ, അല്ലെങ്കിൽ നമ്മൾ വലിയ നേതാക്കളെ, ഇപ്പം ഞാൻ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് വി എസിനെ വളരെ അടുത്ത് നിന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. വി എസിലെ മനുഷ്യനെ ഞാൻ തൊട്ടിട്ടുണ്ട്, അല്ലെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരെയും നമ്മൾ അങ്ങനെ അടുത്ത് കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് കണ്ടു കഴിഞ്ഞ് നമ്മൾ ഈ വാർത്ത കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ മുറിയിൽ ഒറ്റക്കാവുമ്പോൾ ആ മനുഷ്യരെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ. പിന്നീട് ഇവർ പലരും കഥാപാത്രം. ഇത് പത്രപ്രവർത്തനം മാത്രം ആവണമെന്നില്ല, ഏതൊരാൾക്കും ഇത് കിട്ടാം. പക്ഷേ പത്രപ്രവർത്തനം കിട്ടുന്ന വലിയൊരു ആനുകൂല്യം എന്ന് പറയുന്നത് ഇത്രയും വൈവിധ്യം. ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഇത് കിട്ടും. നമ്മളൊരു ശാസ്ത്രമേളയിൽ പോയി അവിടെ ഒരു ശാസ്ത്രോപകരണം ഉണ്ടാക്കി പൊട്ടിപ്പോയ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വന്നൊരു മോർച്ചറിയിൽ ഒരു അനാഥനായ ഒരു അമ്മയുടെ മുന്നിൽ നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഭീകരമാണ് അത്. ഈ കട്ട് ഭീകര ഒരിടത്ത് നമ്മൾ വേറൊരിടത്തേക്ക് കട്ട്. ഇത്രയും അനുഭവങ്ങൾ വേറെ ആർക്കും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇത്. ഇതെല്ലാം നമ്മൾ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ചെരുപ്പ് പോലും ഒരു കഥയാണ്. ആ ചെരുപ്പിനൊരു കഥയുണ്ടല്ലോ. ആ കഥ നമ്മൾ അന്വേഷിക്കുന്നിടത്താണ് ഒരു കഥയുണ്ടാവും, അല്ലെങ്കിൽ ഒരു നോവൽ ഉണ്ടാവുന്ന, ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം വൈവിധ്യമാർന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പത്രപ്രവർത്തകർക്ക് കഴിയും. ഇപ്പം നമ്മളിപ്പം പറഞ്ഞു വന്ന വിഷയത്തിൽ ഏതെല്ലാം മേഖലകളാണ്, ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം കുറച്ച് സൂചിപ്പിച്ചു, അതല്ലാതെ ഏതെല്ലാം മേഖലകളിലായിരിക്കും ജേർണലിസം ഇത് പൊരുത്തപ്പെടുന്ന എവിടെയെങ്കിലും ഉണ്ടോ, വേറെ ഇതല്ലാതെ നമ്മൾ പറഞ്ഞു പോയതിലല്ലാതെ? ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്, ഇത് നമ്മളിപ്പം പത്രപ്രവർത്തനം ഒരു വലിയ നമ്മളൊരുപാട് മനുഷ്യരെ കാണുന്നു, നമുക്ക് കഥകൾ കിട്ടുന്നു എന്ന് പറയുമ്പോൾ പോലെ ഇതിലൊരു വലിയ അപകടം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഭയങ്കര ഒരു പോസിബിലിറ്റി മാത്രമല്ല, ഇതിനകത്തൊരു എനിക്ക് ഭയങ്കര പ്രശ്നം തോന്നിയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഭാഷ. കാരണം പത്രപ്രവർത്തകനായിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഭാഷ ഉപയോഗിക്കുകയാണ്. അതായത് ഇത് നമുക്ക് വേണ്ടെങ്കിൽ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നിത്യവും നമ്മൾ ഒരേ കാര്യങ്ങളായിരിക്കും ചിലപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരിക. കാരണം ഇപ്പോൾ ഹാർഡ് ന്യൂസ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയുന്നത് നമുക്ക് പല വാക്കുകളും ഈ വാക്കുകൾക്കൊക്കെ ഓരോ വികാരവും ചൈതന്യമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ പരിഗണിക്കാതെ ആയിരിക്കും നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭാഷ എന്താ പറയുക ഉപയോഗം തന്നെ നമുക്ക് തന്നെ മടുക്കുന്ന, ഭാഷയോട് ഉണ്ടാവേണ്ട ഒരു ആദരവ് തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന, അല്ലെ ഭാഷയുടെ മൂല്യം നമുക്ക് നഷ്ടപ്പെടുന്ന, ആളുകൾക്കല്ല നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. പക്ഷേ ഇത് ഒരു ക്രിയേറ്റീവായ എഴുത്തുകാരന് അത് വലിയ അപകടം ചെയ്യും. കാരണം ഒരു പത്രപ്രവർത്തന എഴുത്തുകാരനാവുമ്പോൾ വേണ്ടാത്തൊരു വാക്കോ അല്ലെങ്കിൽ മറ്റൊരു വാക്കോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ആ ഭാഷയോടുള്ള ഇഷ്ടം പോകുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2, നമ്മുടെ ഇമോഷൻസ് നമുക്ക് നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡോക്ടർ ഇപ്പോൾ ഒരു രോഗി മരിച്ചു എന്ന് പറയുന്നത് ഞാൻ തന്നെ അത് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ മകള് ഒരു അപകടം പറ്റി ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നപ്പോൾ
ഞാൻ ഓടിച്ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ അച്ഛനാണെന്നും അവർക്ക് അറിയില്ല. ഒരാൾ എൻ്റെ അടുത്ത് പറയുന്നത് ആ ബെഡിലിരിക്കുന്ന ആ കുട്ടി ഡെഡായി എന്നാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി അടുത്ത ബെഡിലെ ആളാണ് അത് സംഭവിച്ചത്. പക്ഷേ അവർക്ക് വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പത്രപ്രവർത്തകർ. നമ്മൾ ഓരോ കാര്യം ഹാൻഡിൽ ചെയ്ത് മരണങ്ങൾ, ദുരന്തങ്ങൾ, ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് അതിനോടുള്ള വൈകാരികത നഷ്ടപ്പെടും. നമുക്കൊരു സീനാണല്ലോ, നമ്മൾ സിനിമ എഴുതുന്ന സമയത്ത് നമുക്ക് സീനാണ്. ഈ സീനുകളുടെ കൺവേർഷനിൽ നമ്മൾ കണ്ടുപോയ ദൃശ്യങ്ങൾ നമ്മളെ സഹായിക്കാറുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമ്മുടെ ഇതിൻ്റെ ഈ വൈകാരികത ക്ഷമത ഇവിടെ ഈ ഏറ്റക്കുറച്ചിൽ ഇതിൻ്റെ അകത്ത് വലിയ ഇതാണ്. കലൂർ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ വൈകാരിക ക്ഷമതയെ നമ്മൾ വീഴ്ച പറ്റാതെ അല്ലെങ്കിൽ ഉടവ് തട്ടാതെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാഷയെ സംബന്ധിച്ച് മാത്രമല്ല, ഭാഷ നിരന്തരമായി വരച്ച് ഇതിൻ്റെ അരിവും ഇതും മാറാതെ തന്നെ അതിൻ്റെ ഷാർപ്നെസ്സിനെ കീപ്പ് ചെയ്യുക, വൈകാരിക ക്ഷമതയ്ക്ക് അതിൻ്റെ അകത്ത് പ്രധാന പങ്കുണ്ട്. അപ്പം നമ്മുടെ ഈ നേരത്തെ പറഞ്ഞതിനൊക്കെയുള്ള നമ്മുടെ വൈകാരിക ക്ഷമത എന്ന് പറയുന്നൊരു സാധനം നമ്മളിങ്ങനെ നമുക്കുണ്ടാകുന്ന ആഘാതം എന്ന് പറയുന്നൊരു എലിമെൻറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. റിക്കോയിൽ ചെയ്യണം. ഈ നമ്മൾ അങ്ങോട്ടൊരു സാധനം പോകുമ്പോൾ ഇങ്ങോട്ടൊരു റിക്കോയിൽ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റെന്നോ അല്ലെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ചിലപ്പോൾ നമ്മൾ പിന്നെ സ്വയമേ അതിൻ്റെ ഒരു മാപിനി എന്താണെന്ന് നമ്മൾ നോക്കേണ്ടി വരും. നമ്മളത് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ സ്ഥിരമായി വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് അതിൻ്റെ വേർഡിങ്സിൽ ജേർണലിസം കയറി പറ്റുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ കയറി പറ്റാം. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മളെ തന്നെ തിരുത്തേണ്ടതായ ഒരു കാര്യമുണ്ട്. അവതരണം കൊണ്ട് വളരെ വ്യത്യസ്തപ്പെട്ടതാണ് ബാവുൾ സംഗീതം. ദൈവത്തെ സ്വന്തം ശരീരത്തിനുള്ളിൽ തന്നെ കണ്ടെത്തുക എന്ന സന്ദേശമാണ് ഇവരുടെ ഗാനങ്ങളുടെ കാതൽ. കേരള മീഡിയ അക്കാദമിയിൽ ബാവുൾ സംഗീത വിരുന്നൊരുക്കിയിരിക്കുകയാണ് ബാവുൾ ഗായിക ശാന്തിപ്രിയ. കേരളത്തിലുള്ള പല സംഗീത പ്രേമികൾക്കും അപരിചിതമായ സംഗീതമാണ് ബാവുളുകളുടേത്. കാറ്റിന് അധീനപ്പെട്ടവർ എന്ന അർത്ഥം വരുന്ന വാതുല എന്ന വാക്കിൽ നിന്നും രൂപപ്പെട്ട ബാവുളുകൾ ഇന്ത്യയിലെ പാരമ്പര്യങ്ങളുമായി ചേർന്നു പോകുന്ന നാടോടി ഗായകരാണ്. മലയാളിയായ ശാന്തിപ്രിയയ്ക്ക് തൻ്റെ അച്ഛൻ KJ ബേബിയിൽ നിന്നും പകർന്നു കിട്ടിയതാണ് ബാവുൾ സംഗീതം. പശ്ചിമ ബംഗാളിലും രൂപം കൊണ്ട ഈ പാട്ട് സഞ്ചാരികളായ മിസ്റ്റിക് ഗായകരുടെ സംഗീത ശാഖയാണ്. ജാതി, മതം, ആചാരങ്ങൾ തുടങ്ങിയവ ബാവുളുകൾ നിരാകരിക്കുന്നു. ദൈവത്തെ സ്വന്തം ശരീരത്തിനുള്ളിൽ തന്നെ കണ്ടെത്തുക എന്നാണ് ബാവുൾ സംഗീതം പറയുന്നത്. ഏകതാര, ദോതാര, ഖമാക് എന്ന ലളിതമായ ഉപകരണങ്ങൾ കൊണ്ട് ആലപിക്കുന്ന ഈ സംഗീതം ബംഗാളിലെ സാംസ്കാരിക പൈതൃകത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗുരുക്കന്മാർ അവരുടെ അറിവ് പങ്കുവച്ചിരിക്കുന്നത് ബാവുൾ സംഗീതത്തിലൂടെയാണ്. അതുകൊണ്ട് ഗുരുക്കന്മാരുടെ പാട്ടെന്നാണ് ബാവുൾ സംഗീതത്തെ ശാന്തിപ്രിയ വിശേഷിപ്പിച്ചത്. ഗ്രാമീണതയുടെ നിഷ്കളങ്കമായ സംഗീതം, നൃത്തവും വാദ്യവും ഗീതവും ഒത്തുചേരുന്നതാണ് ബാവുൾ സംഗീതം. ക്യാമറമാൻ സൂര്യയ്ക്കൊപ്പം അമ്മു സതീശൻ, കേരള മീഡിയ അക്കാദമി. ശാന്തിപ്രിയ അവതരിപ്പിച്ച ബാവുൾ സംഗീതത്തോടു കൂടി ഈ ലക്കം മാധ്യമ ചാലകം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളെപ്പോലും അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സദാ ഉള്ള ഈ തിരക്കുകൾക്കിടയിൽ ഒരു നിമിഷം മറ്റൊന്നുണ്ടെന്നുള്ളൊരു ഓർമ്മിപ്പിക്കലാണ് സത്യത്തിൽ ഈ പാട്ട്. ഇത് വളരെ സാധാരണയായിട്ട് കേൾക്കാവുന്ന ഒരു ട്യൂണാണ്. ഇനി പാടുന്നത് അമിറിദോയെ രാഖുബോ ഛേടേ ദേബോന എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തിൽ വെച്ചിട്ട് ഇനി താഴെ വെക്കൂല എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ ഒരുപാട് ജന്മം അലഞ്ഞിട്ടാണ് ഈ മനുഷ്യ ജന്മം കിട്ടിയത്. അപ്പം ഇതിൽ നിൻ്റെ പാദങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആഴ്ത്തി വയ്ക്കും എന്ന് പറയണം പാട്ട്. അമിറിദോയെ രാഖബോ ഛേടേ ദിബോ না, আমি হৃদয় মজারে রাখবো ছেড়ে দিব না। ছেড়ে দিল সোনার গৌর হার তো পাবো না, ছেড়ে দিল সোনার গৌর হার তো পাবো না। না না ছেড়ে দিব না, না 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 ছেড়ে দিব না। আমি হৃদয়ে রাখবো ছেড়ে দিব না, আমি হৃদয় মজারে রাখবো ছেড়ে দিব না।
গাবো ব্রজের কুলি কুলি, মাগব ব্রজের পদ ধুলি। আমি নয়নে নয়ন দিয়া আর ফিরাব না, নয়নে নয়ন দিয়া আর ফিরাব না, না 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 ছেড়ে দিব না, না 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 ছেড়ে দিব না। আমি হৃদয়ে রাখব, ছেড়ে দিব না। লক্ষ জনম ঘুরে ঘুরে মানব জনম পেয়েছি রে, এবার ভজলে হরি ভংশীদারি হৃদয় হবে না, ভজলে হরি ভংশীদারি হৃদয় হবে না, না 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 ছেড়ে দিব না, না 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 ছেড়ে দিব না। আমি হৃদয়ে রাখব, ছেড়ে দিব না। আমি হৃদয় যারে রাখ